വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ ബിസിക്കെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധം. സിൻഡിക്കേറ്റ് അക്കാദമിക് കൌൺസിൽ അംഗങ്ങൾ യോഗങ്ങൾ വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. വിജിൻ വായാന്തോട് ചേരുന്നു വിവരങ്ങളുമായി. വിജിൻ, എന്താണ് സംഭവിച്ചത് യോഗത്തിൽ? ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച സ്പെഷ്യൽ സെനറ്റ് യോഗമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് സംഭവിച്ചത്? ധന്യ, 11 മണിക്ക് ആരംഭിച്ച സെനറ്റ് യോഗം 11:05 കൂടി തന്നെ അവസാനിച്ചു. വലിയ പ്രതിഷേധം ഈ സെനറ്റ് യോഗത്തിൽ വിസിക്കെതിരെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇടത് അംഗങ്ങൾ ബാനർ ഉയർത്തിയാണ് വിസിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത്. വിസിക്കെതിരായ പോയിന്റ് ഓഫ് ഓർഡറും ഇടത് അംഗങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇടത് അംഗം പ്രവീൺ ജി പണിക്കരാണ് ഇക്കാര്യത്തിൽ പോയിന്റ് ഓഫ് ഓർഡറായി ഉന്നയിച്ചത്. അത് സിൻഡിക്കേറ്റ് യോഗവും ഒപ്പം തന്നെ അക്കാദമിക് കൗൺസിൽ യോഗവും ഉടൻ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമാണ് ഇടത് അംഗങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ വിസി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒറ്റ അജണ്ട മാത്രമാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിന് ഉണ്ടായിരുന്നത്. ആ സെനറ്റ് യോഗം ആ കാര്യത്തിന് അംഗീകാരം നൽകി സെനറ്റ് യോഗം വിസി അവസാനിപ്പിക്കുകയായിരുന്നു. നേരത്തെ സിൻഡിക്കേറ്റ് യോഗങ്ങളിലും ഒപ്പം തന്നെ സർവകലാശാലയിൽ നേരത്തെയൊക്കെ കണ്ടതിന് സമാനമായ നിലയിലുള്ള പ്രതിഷേധം ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നൊരു സ്പെഷ്യൽ സെനറ്റ് യോഗമാണ് ചേർന്നത്. 4 മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം കൂടണം എന്നുള്ളതാണ് സർവകലാശാലകളുടെ ചട്ടം. അത് മറികടന്ന് നവംബർ 1-നായിരുന്നു സർവകലാശാല സെനറ്റ് യോഗം വിസി വിളിച്ചത്. അതിൽ ഗവർണർ കൂടി പങ്കെടുക്കും എന്ന് അറിയിച്ചിരുന്നു. ഗവർണറുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് ആ തീയതി തീരുമാനിച്ചത് എന്നുള്ളതായിരുന്നു വിസിയുടെ വിശദീകരണം. പക്ഷേ ഇത് ചട്ടലംഘനമാകുമെന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ വിമർശനവും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നൊരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം വിസി കൈക്കൊണ്ടത്. ഈ യോഗത്തിലാണ് വലിയ പ്രതിഷേധം ഇന്നും ഉയർന്നത്. എന്തായാലും നിലവിൽ സിൻഡിക്കേറ്റ് ഒപ്പം തന്നെ അക്കാദമിക് കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് ഇടത് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഒപ്പം തന്നെ ഇന്നലെ നടന്ന ഒരു സബ് കമ്മിറ്റി യോഗത്തിൽ അതിൽ BJP അംഗം ഗോപകുമാറിനെതിരെ ഇടത് അംഗം ജി മുരളീധരൻ നായർ അവഹേളനം നടത്തുന്ന തരത്തിലുള്ള ഭാഷ പ്രയോഗിച്ചു എന്ന കാര്യത്തിൽ BJP അംഗങ്ങളും നിലവിൽ പ്രതിഷേധം ഉയർത്തി എന്നുള്ളതാണ് അല്പസമയം മുമ്പ് BJP അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിലെ പ്രതിഷേധവും വ്യക്തമാക്കുന്നത്. ധന്യ.